ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് 2 ഗ്ലാസ് വെള്ളം, ഇത് ഈസ്റ്റർ ഗുലാബ് ജാമുൻ പൗഡർ, പിന്നെ ഇത് എസൻസ് വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ, പിന്നെ പഞ്ചസാര, അതിന് 2 കപ്പ്. ഞാൻ 4 പൗഡർ നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ഈസ്റ്റേൺ ഗുലാബ് ജാമുൻ പൗഡർ ചേർക്കുക. ഇത് ചേർക്കുക. ഗുലാബ് ജാമുൻ പൗഡറിലേക്ക് നമുക്ക് ഒരു വെള്ളം ഒഴിക്കാം. മതി. ഇത് നമുക്ക് ചപ്പാത്തി കുഴച്ച് വെക്കണം. കുഴക്കാം. കുഴച്ച് ഇപ്പോൾ ഇത് എന്താണ് കുഴയാൻ കിട്ടുന്നുണ്ട്. കുറച്ചുള്ളൊക്കെ തളിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. നമ്മള് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബോളാക്കാം. കുഞ്ഞ് ബോളാക്കിയെടുക്കാം. ലൈനൊന്നും പാടില്ല. ലൈൻ ആയാൽ പിന്നെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പം ആ ലൈന് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അല്ല പോകാം. രണ്ടാമത്തെ ഉണ്ടാക്കാം. ഞാൻ ഇത്രപാട് ബോൾസ് ആക്കി. ഇനി എനിക്ക് നാളെ ഞാൻ കൈ അടക്കാണ്ട് വെക്കണം. എന്നാൽ നമുക്കിനി അടുക്കളയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഡീപ് ഫ്രൈ ഇത് 2 എണ്ണത്തിനും വെച്ചാല് നമുക്ക് പെട്ടെന്നാവാൻ കഴിയും. ഈ ചെറുതി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണം. വെക്കാം. എന്നാലും നമുക്ക് 2 പൊടിയിലോട് നമുക്ക് ശരിക്കും വെക്കാൻ കഴിയില്ല. ഒന്നിങ്ങനെയും ഒന്നങ്ങനെയും വെക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഇരുന്ന് നമുക്ക് തിരക്കി വയ്ക്കാം. നമുക്ക് വെളിച്ചെണ്ണ അത്രയും വെളിച്ചെണ്ണ. അപ്പത്തേക്ക് നമ്മൾ കേക്ക് വെക്കുന്ന പോലെയായി. പാത്രം ചൂടായി പോയി. ഇത് നമുക്ക് ഫസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്നതായോ പഞ്ചസാര ഇട്ടപ്പാട് നമുക്ക് വെള്ളം വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ വെറുതെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഞ്ചസാരൻ്റെ കുറച്ചൊരു പഞ്ചസാര പെട്ടെന്ന് ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഒരു നല്ല റോസ്റ്റ് ആവും. കുറച്ച് ഞങ്ങൾ വറുത്ത് കൊടുക്കും. അത് നമുക്കൊരു റോസ്റ്റ് ചെയ്യും. ഇത് കുറച്ച് ചൂടാകുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. പൊടിതെടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്കിനി ഇതിൻ്റെ കുറച്ചായി ഓരോന്നായി നമ്മുടെ കയ്യിൽ ഒന്നായി ഇട്ട് കൊടുക്കും. എന്നാൽ ഇതാ 2 ഇട്ട് കൊടുക്കും. ഇത് വെറുതെ 2 ഇല്ലും നമുക്ക് വെറുതെ ഒന്ന് തീ തട്ടിപ്പോയി. അത് നമുക്ക് ഗുലാബ് ജാമുൻ ആക്കണ്ട. ഗുലാബ്
ഇറക്കിക്കോ. കുറച്ചെല്ലാം കുറച്ച് റോസ്റ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മളെ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് അടുത്തടുത്തുള്ള ഗ്യാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മള് ചുവപ്പ് ആയിട്ടുണ്ട്. നമുക്ക് വാനില എസൻസ് ഒരു ഡ്രോപ്പ് ഒട്ടിക്കാം. ഇതാ നമുക്ക് വാനില എസൻസ് ഒഴിച്ചപ്പോൾ അതിന്റെ മണവും വന്നിട്ടുണ്ട്. വാനില എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമുക്ക് ഗുലാബ് ജാമുൻ ഫ്രൈ ആക്കാം. നമുക്ക് പിന്നെ ഇവിടെ വെക്കാം. നമുക്ക് കോഴിനെ കഴിഞ്ഞേക്കാം. ഇത് വെച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ ഗുലാബ് ജാമുൻ റെഡിയായിട്ടുണ്ട്. 5 മിനിറ്റ് മൂടി വെച്ച നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയാകും. 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. 5 മിനിറ്റ് ശേഷം നമ്മൾ വന്നു. ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി. നമുക്ക് ഗ്യാസ് നമ്മുടെ കൈയിലൂടെ കറി വെച്ച് നമുക്കൊന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. സ്റ്റീലെടുത്താണെങ്കിലും ഞാൻ സ്റ്റീലെടുത്ത് കൊടുത്ത് ഇതാണ് നമ്മുടെ ഗുലാബ് ജാമുൻ. നിങ്ങളെല്ലാവരും ഈ ഗുലാബ് ജാമുൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത്. താങ്ക് യു വെരി മച്ച്.